ഈ ലവ് യു ബേബി എന്നുള്ള പേരിട്ടതാരാ? ഞാനാണ്. എന്നിട്ട് ഇങ്ങനെയുള്ള പ്രണയ അഭ്യർത്ഥനകളൊക്കെ നടത്തിയിട്ടുണ്ടോ? കൊണ്ട് പണി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ എത്ര ഉയരത്തിൽ പോയി ബഡ്ജറ്റ്? സാധാരണ ഒരു ആൽബം എടുക്കുന്നേക്കാട്ടിലും ഒരു എമൗണ്ട് ആയി. ഡയറക്ടർ അതിനൊരു കാരണക്കാരനായോ? ഒരു കണക്കിനായെന്ന് പറയാം. എന്തായിരുന്നു പോണ്ടിച്ചേരി എന്ന് പറയുന്ന ലൊക്കേഷൻ എടുക്കാൻ കാര്യം? ഫ്രെയിംസ് ഒക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ ഞാനാണ് പറഞ്ഞ പോണ്ടിച്ചേരി. ഈ കൊച്ചിന് എന്താ ഏതാന്ന് പോലും തിരിച്ചറിയാത്ത സമയത്ത് പ്രേമം പറഞ്ഞു വിടുന്ന ഹംസമാക്കി കളഞ്ഞത് ആരായിരുന്നു? അതും ഞാൻ തന്നെ. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ഒരു മ്യൂസിക്കൽ ആൽബത്തിലോട്ട് ഒരു എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു ആക്ടർ ചെയ്യാൻ മടിക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷെ അരുൺ ധൈര്യത്തോടുകൂടെ കടന്നു വന്നു. ജിനുവിനെ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് ചെയ്ത മ്യൂസിക്കൽ ആൽബം ആയിരുന്നോ ഇത്? അതോ ജിനു ആക്സിഡന്റൽ ആക്ടറായി മാറിയതാണോ? ഇതില് ഞാനല്ല ശരിക്കും അഭിനയിക്കാനായിട്ടിരുന്നത്, വേറൊരു പെൺകുട്ടിയായിരുന്നു. പക്ഷെ ആ സമയത്ത് അവർക്ക് വരാനായിട്ട് പറ്റിയില്ല. അപ്പം ഞാൻ മുന്നേ 1-2 വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അതിന്റെ ഒരു എക്സ്പീരിയൻസിൽ ചെയ്തേ ഉള്ളൂ. അത് ആദ്യം ചെയ്യുമെന്നോ ചോദിച്ച ഡയറക്ടർ തന്നെയാണ്. ജിനുവിന്റെ അഭിനയത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോർഷൻ ഏതാണ്? പ്രൊപ്പോസൽ സീൻ. ഐ ലവ് യു. പുള്ളിക്കാരി ആക്ട്രസ് എന്നുള്ള രീതിയിൽ കുഴപ്പമില്ല, പക്ഷെ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ കുറച്ച് സ്ട്രിക്റ്റ് ആണല്ലേ? ഇല്ലെങ്കിലേ ചിലപ്പോ വീട് പണയം വെക്കേണ്ടി വരും. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. ഒരു നല്ല സിനിമ ചെയ്യണം അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കണം അങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവരായിരിക്കും നമുക്ക് അറിയാവുന്ന ഭൂരിഭാഗം ആൾക്കാരും. അപ്പോൾ അതിനുള്ള ഒരു ആദ്യ പടിയായിട്ട് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മളൊരു ആൽബം ചെയ്യാം എന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ യൂട്യൂബിൽ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാം എന്നുള്ളതായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു എന്താ പറയുക, യങ് ആയിട്ടുള്ള 2 ടാലൻറ്റുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ലവ് യു ബേബി എന്ന് പറയുന്ന ഒരു മ്യൂസിക്കൽ ആൽബം വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നു ജിനു. പ്രൊഡ്യൂസറാണ്, നായികയാണ്, ആൻഡ് ജിഷ്ണു ഡയറക്ടറാണ്. വെൽക്കം ടു ദ ഷോ. ആക്ച്വലി എന്താ പറയുക, ലവ് യു ബേബി എന്ന് പറഞ്ഞൊരു ആൽബം കണ്ടപ്പോൾ ഇത്രയും എനിക്ക് ഇവരെ രണ്ടുപേരെ ഇപ്പോൾ വളരെ വ്യക്തമായിട്ടറിയാം. ഇവർ കടന്നു വന്ന വഴികൾ എന്തൊക്കെയാണെന്നറിയാം, ഇവർ അനുഭവിച്ച പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നറിയാം, സന്തോഷങ്ങൾ അറിയാം, എല്ലാം അറിയാം. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. അതായത് ജിനുവിനോട് ഞാൻ സംസാരിക്കുമ്പോൾ ജിനു എന്തോ ഒരു വളരെ വലിയ പ്രായമുള്ള ഒരു പ്രൊഡ്യൂസർ സംസാരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ അറിയുന്നത് അഭിനയിച്ചേക്കുന്ന ആൾ തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ഒരു പ്രൊഡ്യൂസർ ആകാം എന്ന് തീരുമാനിച്ചത് എങ്ങനെയായിരുന്നു? സിനിമയിലോട്ട് വരണം എന്നതായിരുന്നു എൻ്റെ ആഗ്രഹം. അത് പ്രൊഡക്ഷൻ ആയാലും അഭിനയം ആയാലും ആ ഒരു ഫീൽഡിൽ നിൽക്കണമെന്നായിരുന്നു താല്പര്യം. അല്ല, എന്നാലും നമ്മള് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ പൈസ ഇൻവോൾവ് ആണ്. നമ്മൾ ചിലപ്പോൾ നമ്മൾ 1 ലക്ഷം രൂപയ്ക്ക് ചെയ്യാന്ന് വിചാരിക്കുന്ന സാധനം വളർന്ന് 3-4 പോകും. ഇതൊക്കെ അറിയായിരുന്നോ? ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അറിയാം. എന്തായാലും നമ്മൾ ഇടുന്ന ബഡ്ജറ്റിനനുസരിച്ചിട്ട് എന്തായാലും ഒരു വർക്ക് തീരില്ല. അത് ഏതൊരു വർക്കായാലും എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെയായിരിക്കും. നമ്മൾ ഇത്രയും മിനിമം വെച്ച് ചെയ്യണമെന്ന് കരുതിയാലും ആ ഒരു ലിമിറ്റിൽ എന്തായാലും വർക്ക് നിൽക്കൂല. എന്നിട്ട് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ എത്ര ഉയരത്തിൽ പോയി ബഡ്ജറ്റ്? ബഡ്ജറ്റിൻ്റെത് ഞാൻ പറയുന്നില്ല എത്രയാന്നുള്ളത്. പക്ഷെ സാധാരണ ഒരു ആൽബം എടുക്കുന്നേക്കാട്ടിലും ഒരു എമൗണ്ട് ആയി. ഡയറക്ടർ അതിനൊരു കാരണക്കാരനായോ കുട്ടിയുടെ ബഡ്ജറ്റ് ഉയർത്തുന്നതിൽ? ഒരു കണക്കിനായെന്ന് പറയാം. അതെന്താണ് അങ്ങനെ സംഭവിച്ചത്? കാര്യം നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നത് ലവ് യു ബേബിയുടെ കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഏകദേശം 2 വർഷം മുമ്പാണ്. എന്നാൽ അത് പിന്നീട് നമുക്ക് ആഗ്രഹം കാണുമല്ലോ, ഒരു ആള് നല്ലൊരു വോയിസ് പാടിക്കഴിഞ്ഞാൽ നന്നായിരിക്കും, അല്ലെങ്കിൽ നല്ലൊരു ആക്ടർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി റീച്ച് ആവും. അപ്പോൾ ആ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഡിസ്കസ് ചെയ്തു. ഇന്ന ആൾ വന്നു കഴിഞ്ഞാൽ കൊള്ളായിരിക്കും. അങ്ങനെ നമ്മൾ ഒരുപാട് ആൾക്കാരെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു മ്യൂസിക്കൽ ആൽബത്തിലോട്ട് ഒരു എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു ആക്ടർ ചെയ്യാൻ മടിക്കുന്ന ഒരു കാലഘട്ടമാണ്. ശരിയാണ്, ആൽബം അല്ലേ വേണോ എന്ന് ആലോചിക്കുക. അതെ. പക്ഷെ അരുൺ ധൈര്യത്തോടുകൂടെ കടന്നു വന്നിട്ട് അരുൺ ഒളിമ്പ്യ. അതെ. അങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ പുള്ളിക്കാരന് കോൺസെപ്റ്റ് ഓക്കെ ആയിരുന്നു.
പിന്നീട് അങ്ങോട്ട് ചിലവുകൾ വർദ്ധിച്ച് വരികയാണ്. എന്തായിരുന്നു പോണ്ടിച്ചേരി എന്ന് പറയുന്ന ലൊക്കേഷൻ എടുക്കാൻ കാര്യം? കാരണം വേറെ ഇപ്പൊ നമുക്ക് എത്ര കാര്യങ്ങൾ ഗോവ ആലോചിക്കാം, അങ്ങനെയൊക്കെ ഇല്ലേ? പോണ്ടിച്ചേരി പിടിക്കാൻ കാര്യം എന്തായിരുന്നു? അല്ല, അത് പോണ്ടിച്ചേരിയിൽ ഞാൻ ഇതിനു മുമ്പ് ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അത് പുറത്തിറങ്ങിയില്ല ആ ഷോർട്ട് ഫിലിം. പക്ഷെ ഫ്രെയിംസ് ഒക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ ഞാനാണ് പറഞ്ഞ പോണ്ടിച്ചേരി. നമ്മുടെ ഈ ഡയറക്ടർ ആയിരുന്നല്ലേ അതിനുള്ള ഉത്തരവാദി. പക്ഷെ എന്തായാലും വിഷ്വലൊക്കെ വളരെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അത് പറഞ്ഞ പോലെ തന്നെ ജിനുവിനെ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് ചെയ്ത ഷോർട്ട് ഫിലിം ആയിരുന്നു, അല്ലെങ്കിൽ മ്യൂസിക്കൽ ആൽബം ആയിരുന്നോ ഇത്? അതോ ജിനു ആക്സിഡന്റൽ ആക്ടറായി മാറിയതാണോ? ഇതില് ഞാനല്ല ശരിക്കും അഭിനയിക്കാനായിട്ടിരുന്നത്, വേറൊരു പെൺകുട്ടിയായിരുന്നു. അപ്പം ആ ഒരു ടൈം ആയ സമയത്ത് ആ കുട്ടിക്ക് ഒരു ആക്സിഡന്റ് വന്നാണ്, അത് പിന്നെ നമുക്ക് പറ്റിയില്ല. അപ്പം അതിനുശേഷമാണ് നമ്മൾ അതിന് മുന്നേ കോണ്ടാക്ട് ചെയ്തു. പക്ഷെ നമ്മൾ നേരിട്ട് കാണുന്നതും മീറ്റ് ചെയ്യണതും ഒക്കെ ഈ ഒരു ഇഷ്യൂവിന് ശേഷമാണ്. പിന്നെ അത് കഴിഞ്ഞും കുറെ നാൾ കഴിഞ്ഞു, ഒരു എനിക്കൊന്ന് 4-5 months കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ ഓരോരോ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ആൽബം ഇങ്ങനെ ഡിലേ ആയി പോകുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിൽ ടെൻഷൻ ആയിരുന്നോ, അതോ ഇത് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ആലോചനയായിരുന്നോ, അതോ സംഭവിക്കുന്നതെല്ലാം നല്ലതിനെന്നായിരുന്നോ? എന്തായിരുന്നു നിങ്ങളുടെ മനസ്സിൽ കൂടെ പോയത്? ഞാനിപ്പോൾ ഇത് ആൽബം ചെയ്യുന്നതിന് മുമ്പ് ഒരു 3-4 എക്സ്പെരിമെന്റൽ ഫിലിംസും ആർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം വന്നിരിക്കുന്നത് ഈ ഒരു വർക്കിലാണ്. ഇത്ര ഡിലേ വന്നിരിക്കുന്ന ഈ ഒരു വർക്കിലായിരുന്നു. പക്ഷേ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, നല്ല പോസിറ്റീവ് റെസ്പോൺസ് വരുന്നുണ്ട്. അത് വലിയ സന്തോഷമായിട്ടുള്ള. അപ്പൊ ഒരാൾ മാറി, അപ്പൊ അതിന് പകരമായിട്ട് നമ്മളെ തന്നെ അഭിനയിക്കാമെന്ന് തീരുമാനിച്ചു. അപ്പൊ എവിടെയെങ്കിലുമൊക്കെ ഒരു ഡൗട്ട് തോന്നിയിരുന്നോ, ഞാൻ വേണോ അതോ വേറെ ആരെങ്കിലും നോക്കണോ, അങ്ങനെയൊക്കെ? അത് ആദ്യം ചെയ്യുമെന്നോ ചോദിച്ച ഡയറക്ടർ തന്നെയാണ്. ആണോ? അത് ശരി. കാര്യം ആ കുട്ടിക്ക് ഒരു കുട്ടിയെ നമ്മൾ ഫിക്സ് ചെയ്തിരുന്നു, പക്ഷെ ആ സമയത്ത് അവർക്ക് വരാനായിട്ട് പറ്റിയില്ല. പിന്നെ നമുക്ക് അടുത്തൊരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്തായാലും എല്ലാ ഡേറ്റും കറക്റ്റായിട്ട് വരണം. അപ്പം പിന്നെ അതിനി ഒരു ഡിലേ വേണ്ട എന്ന് വിചാരിച്ച്. അപ്പം ഞാൻ മുന്നേ 1-2 വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ചെയ്തേ ഉള്ളൂ. പക്ഷെ ഞാൻ പ്രതീക്ഷനപ്പം അത് റീച്ചായി. കാര്യം അത് ഒരുപാട് പേര് തന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് കൊള്ളായിരുന്നു, കണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പം അതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാര്യം ഇത്രയും എനിക്ക് തോന്നുന്നു 1 വർഷം അടുപ്പിച്ചെടുത്തു ആ വർക്കിന്റെ പ്ലാൻ. 1 വർഷത്തിൽ കൂടുതലായി. അതാദ്യം ഫസ്റ്റ് പ്ലാൻ ചെയ്തു, ഇതിന്റെ പാട്ട് എൻ്റെ അടുത്ത് വരുന്നു, പിന്നെ നമ്മൾ ഒരാളെ വെച്ച് പാടിപ്പിക്കാൻ നോക്കുന്നു, അത് പിന്നെ മാറുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് പാട്ടിലും ഉണ്ടോ ഇങ്ങനെ ആള് മാറ്റം? എല്ലാത്തിലും ഉണ്ടോ നിങ്ങൾക്ക് ആള് മാറ്റം? അപ്പം ആ ഡേറ്റ് നമുക്ക് ഇഷ്യൂ ആയിട്ട് വന്നു. അപ്പൊ അത് പിന്നെയും ഡിലേ ആവാൻ തോന്നിയപ്പോഴത്തേക്ക് നമ്മൾ പിന്നെ വേറെ ചേട്ടനെ കൊണ്ട് പാടിപ്പിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് പാട്ട് ഒരു ആക്ടർ കേട്ട് ആൾക്ക് ഇഷ്ടപ്പെട്ട ആൾ ചെയ്യണമെന്നുള്ളതായിരുന്നു. അപ്പം നമ്മൾ 1-2 പേരെ കോൺടാക്ട് ചെയ്ത് അവസാനം നമ്മൾ അരുണിലെത്തി. ഈ ലവ് യു ബേബി എന്നുള്ള പേരിട്ടതാരാ? ഞാനാണ്. ആണോ? എന്നിട്ട് ഇങ്ങനെയുള്ള പ്രണയ അഭ്യർത്ഥനകളൊക്കെ നടത്തിയിട്ടുണ്ടോ? കൊണ്ട് പണി കിട്ടിയിട്ടുണ്ട്. തിരിച്ചിങ്ങനെ ഏതെങ്കിലും പ്രണയങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ അങ്ങനെയൊന്നും സ്വീകരിച്ചിട്ടില്ല. സ്വീകരിക്കാൻ ആഗ്രഹമുണ്ടോ? ഇല്ല, ഇനിയില്ല, എന്തായാലും ഇനിയില്ല, മുന്നേ ഇല്ലായിരുന്നു. ആണോ? ചിലപ്പോ നമ്മുടെ വീട്ടിൽ ചോദിക്കില്ലേ, മോളെ ഇതൊക്കെ വേണോ, കല്യാണം കഴിച്ച് എവിടെയെങ്കിലും സെറ്റിൽ ആയാൽ പോരെ എന്ന് ചോദിക്കാം. ഓരോരോ ടൈപ്പ് ഓഫ് ആൾക്കാരാ. അല്ലെങ്കിൽ മോളെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള പ്രൊഫഷൻ കണ്ടുപിടിക്കണ്ടേ, ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ എന്ന് ചോദിക്കാം. അതും അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യാം. ഈ 3 കാര്യങ്ങളിൽ എന്തായിരുന്നു വീട്ടുകാർ ചെയ്തത്? അവരങ്ങനെ ഒന്നിനും അങ്ങനെ റെസ്ട്രിക്ഷൻ പറയില്ല, ഇത് ചെയ്യണ്ട അങ്ങനെയൊന്നും അവര് പറയില്ല. പിന്നെ നമ്മൾ കുറച്ച് ഇതായില്ലേ, ഏജ് ആയില്ലേ, സ്വന്തം കാലിൽ നിൽക്കാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ നമ്മുടെ ഇഷ്ടം തന്നെയാണ്, നമ്മൾ തിരഞ്ഞെടുക്കുന്ന പ്രൊഫഷൻ എന്താ നമ്മുടെ ഇഷ്ടം തന്നെയാണ്. പിന്നെ ഓൾറെഡി ഞാൻ അല്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പം സിനിമ എന്റെ കൂടെ നടക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അവർക്ക് അത് പ്രശ്നമില്ല. ജിനു ബേസിക്കലി എന്താ പഠിച്ചതും അല്ലെങ്കിൽ എന്താ പ്രൊഫഷൻ എന്താണ്? ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. ഓ ശരി. ഞാനൊരു പ്രൈവറ്റ് കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജിൽ ലെക്ചറായിട്ട് വർക്ക് ചെയ്യാണ്. ലെക്ചറാണോ? ടീച്ചറാണോ? ജിഷ്ണു ഇങ്ങനെ? ഞാൻ എഞ്ചിനീയറിംഗ് തന്നെയാണ്. നിങ്ങൾ 2 ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണോ? അത് കഴിഞ്ഞൊരു 3rd സെം ഒക്കെ ആയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എനിക്ക് പറ്റിയ പരിപാടി നടപടിയാവില്ല എന്ന് മനസ്സിലായി. 2 വർഷത്തോളമായിട്ടുള്ളൊരു ജേർണിയാണ്. 2 വർഷം മുൻപ് നമ്മൾ മനസ്സിൽ ഉണ്ടാക്കിയെടുത്ത ഒരു കോൺസെപ്റ്റാണ്. അത് ഇത്രയും ഡിലേ ആയിട്ട് ഇറങ്ങുമ്പോൾ ഇനി ആളുകൾക്ക് സ്വീകരിക്കാതിരിക്കുമോ, അല്ലെങ്കിൽ കോൺസെപ്റ്റ് പഴയതായി പോകുമോ, അങ്ങനെയൊക്കെയുള്ള പേടി ഉണ്ടായിരുന്നോ?
അങ്ങനെ തോന്നിയില്ല. കാര്യം പ്രണയം അന്നും ഇന്നൊക്കെ എല്ലാവരും അത് ആൾക്കാർ അതുപോലെ അക്സെപ്റ്റ് ചെയ്യും എന്ന് എനിക്കറിയാം. പിന്നെ ഈ പാട്ട് ആദ്യം ഒരു ചേട്ടൻ ചെയ്ത് എനിക്ക് കേൾപ്പിച്ചപ്പോൾ എനിക്ക് പാട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പം ആ പാട്ട് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് എങ്ങനെ ചെയ്യും എന്നുള്ള കാര്യത്തെ പറ്റി എനിക്ക് അങ്ങനെ ഒരു ഐഡിയ ഇല്ലായിരുന്നു. അങ്ങനെയാണ് നമ്മൾ പിന്നെ നമ്മളെല്ലാ വർക്കും അങ്ങനെയാണ് ടീമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ജിഷ്ണുവിൻ്റെ അടുത്ത് എത്തിയത്. അപ്പം നമുക്ക് അത് ഇങ്ങനെ ചെയ്താൽ കൊള്ളായിരിക്കും, കുറച്ച് വെസ്റ്റേൺ ടച്ചിൽ പോയാൽ കൊള്ളായിരിക്കും, അങ്ങനെ പല ഐഡിയ വന്നു. അവസാനമാണ് അതെല്ലാം കൂടി ഇങ്ങനെയായി. ഞാനിപ്പോൾ നിങ്ങളോട് വളരെ ഇങ്ങനെ ക്രിട്ടിക്കലായിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്, അതായത് ഒരു മ്യൂസിക്കൽ ആൽബത്തിൻ്റെ ഒക്കെ കാലം കഴിഞ്ഞില്ലേ, ഇനി നിങ്ങൾ വേറെ എന്തെങ്കിലും പിടിച്ചുകൂടായിരുന്നോ, ഒരു വെബ് സീരീസ് എങ്കിലും അത് ചുരുങ്ങിയത് ആലോചിച്ചു കൂടായിരുന്നോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ മറുപടി പറയാ? അതില് ഒരു കാര്യം, ഞാൻ ഓൾറെഡി ആർട്ട് ഫിലിം എക്സ്പെരിമെന്റൽ ഫിലിം ചെയ്തതാണ്. ആ സമയത്ത് എനിക്ക് കിട്ടാത്ത റെസ്പോൺസ് ഇതിന് കിട്ടി. ആണോ? ഇതിന് പ്രത്യേകിച്ച് റൊമാൻറ്റിക് ആൽബംസിന് കുറച്ച് ആൾക്കാർ ഇഷ്ടത്തോടുകൂടെ കാണുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ് എപ്പോഴും. അഭിനയിക്കാൻ പോയപ്പോഴത്തേക്കും നേരിട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു ജിനു? നമ്മൾ മറ്റേ ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുമ്പോഴത്തേക്കും മറ്റേ പൈസ കൊടുത്താൽ മാത്രം മതിയല്ലോ. അഭിനയിക്കലിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും നേരിട്ടാവോ? അല്ല, അത് കുഴപ്പമില്ല. കാര്യം ഞാൻ ഓൾറെഡി വർക്ക് ചെയ്തിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അത് പിന്നെ എൻ്റെ ഫ്രണ്ട് സർക്കിൾ ആയിരുന്നു മൊത്തം, നമ്മുടെ ഒരു ടീം മാത്രമായിരുന്നു. അപ്പൊ എക്സ്റ്റേണൽ ആയിട്ടുള്ള ആരും ഇല്ലായിരുന്നു. അപ്പൊ നമ്മൾ കുറച്ചുകൂടി കംഫർട്ടാണ്. അല്ല, എന്നാലും നമ്മളിങ്ങനെ ഡയറക്ടർ നമ്മളോട് അതൊരു റീടേക്ക് എടുക്കാം, മറ്റേ ടേക്ക് എടുക്കാം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിൽ നമുക്ക് ദേഷ്യം വന്നിരുന്നോ എവിടെയെങ്കിലും? ഇല്ല, അങ്ങനെയൊന്നുമില്ല. വർക്ക് നല്ലതായിട്ടിരിക്കണം, അത്രേ ഉള്ളൂ. അപ്പം അത് പ്രശ്നമല്ല. നമ്മൾ എത്ര റീടേക്ക് പോയാലും അത് പ്രശ്നമല്ല. വർക്ക് ഏറ്റവും നല്ല റിസൾട്ട് തന്നെ അതിൽ വരണം. ഏറ്റവും ജിനുവിന്റെ അഭിനയത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോർഷൻ ഏതാണ്? കാരണം നമ്മുടെ ആൽബം ആകുമ്പോൾ നമ്മളൊരു 100 ആണെങ്കിലും മിനിമം കണ്ടിട്ടുണ്ടാവും. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോർഷൻ ഏതാണ്? ഡയറക്ടറിന്റെ ഒരു കണ്ണുകളിൽ പ്രൊപ്പോസൽ സീൻ, ഇമോഷൻസ് ഒക്കെ കറക്റ്റായിട്ട്. നമ്മുടെ ഈ മ്യൂസിക്കൽ ആൽബത്തിൽ അഭിനയിച്ച കുഞ്ഞാള്, അതിനകത്ത് വളരെ പൊടിയായിട്ട് ഓടി നടന്ന ആള് ഇന്ന് കുറച്ചധികം വർത്താനം പറയുന്ന ലെവലിലേക്ക് വളർന്നു അല്ലേ? ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. ആളെവിടെ പോയി? ഈ കൊച്ചിന് എന്താ ഏതാന്ന് പോലും തിരിച്ചറിയാത്ത സമയത്ത് പ്രേമം പറഞ്ഞു വിടുന്ന ഹംസമാക്കി കളഞ്ഞത് ആരായിരുന്നു? അതെന്തായിരുന്നു ഇങ്ങനെ ഇത്രയും കുഞ്ഞൊരാളെ അതിനകത്തേക്ക് കൊണ്ടുവരാന്ന് വിചാരിച്ചേ? ഒരു ഡിഫറെന്റ് ആയിരിക്കുമല്ലോ കൺസെപ്റ്റ്. ഈ വാവയ്ക്ക് ഇപ്പോഴെങ്കിലും വാവയാണെന്ന് കണ്ടാൽ മനസ്സിലാവോ? മനസ്സിലായിട്ടോ? വീഡിയോ കാണുമ്പോഴത്തേക്ക് ചൂണ്ടിക്കാണിക്കും. ഞാനാണോ? അതുപോലെ പിന്നെ ഇങ്ങനെ ഓരോരുത്തരായിട്ട് കാണിക്കും. അവൾ കണ്ട് പരിചയമുള്ള എല്ലാവരും ഇങ്ങനെ ചൂണ്ടി കാണിക്കും. ഇതിനിടയ്ക്ക് നിങ്ങൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും വർക്കുകൾ വേറെ വർക്കൊന്നും ചെയ്തിട്ടില്ല. ഇതിന്റെ പുറകെ മാത്രം നിൽക്കുകയല്ലേ? ശരിക്കും ഇപ്പം ഞാനായിരുന്നു നിങ്ങളുടെ സ്ഥാനത്തുണ്ടെങ്കിൽ ഒരു 100 തവണ ഞാനത് വേണ്ടെന്ന് വെച്ച് എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ചിലപ്പോൾ ചിന്തിച്ചേനെ. ഇതൊന്നും വേണ്ട, നമുക്കിത് എന്ത് സംഭവിച്ചാലും പുറത്തിറക്കണം എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ഡിറ്റർമിനേഷൻ നിങ്ങളിൽ ആർക്കായിരുന്നു ഉണ്ടായിരുന്നത്? നമ്മളൊരു വർക്ക് തുടങ്ങുമ്പോൾ അത് എന്തായാലും ഇറക്കണം എന്നുള്ള പ്രതീക്ഷ ഒരു ഫ്രണ്ട് സർക്കിളുള്ള എല്ലാവർക്കും ഇറക്കണം എന്നുള്ളത് അല്ലേ ഒരേപോലെ. കാര്യം അത് തുടങ്ങുമ്പോൾ എന്തായാലും അത് ഇറക്കണം, കംപ്ലീറ്റ് ചെയ്യണം എന്ന് തന്നെയാണ്. പകുതിക്ക് വെച്ചിട്ട് എന്തായാലും അത് കളയരുത് എന്നുള്ളതുണ്ടായിരുന്നു അല്ലേ? കാര്യം ഇത് ഒരുപാട് എഫർട്ട് എടുത്തിട്ടുണ്ട്. അതേപോലെ പുള്ളിക്കാരി ആക്ട്രസ് എന്നുള്ള രീതിയിൽ കുഴപ്പമില്ല, പക്ഷെ പ്രൊഡ്യൂസർ എന്ന രീതിയിൽ കുറച്ച് സ്ട്രിക്റ്റ് ആണല്ലേ? ഇല്ലെങ്കിലേ ചിലപ്പോൾ വീടും പണയം വെക്കേണ്ടി വരും. ഈ ലവ് യു ബേബിയുടെ പാട്ട് ഒക്കെ മനസ്സിൽ നന്നായിട്ട് പാടാൻ അറിയുന്ന ആരാണ്? മനസ്സിൽ പാടുന്ന ആരാണ്? അപ്പൊ ഞാൻ നേരിട്ട് ചോദിക്കും. സിംഗർ ആയിരിക്കും. അതെ. അതെല്ലാം കഴിഞ്ഞ് സാധനം പുറത്തിറങ്ങി അതിനുശേഷം ആളുകളിൽ നിന്ന് കിട്ടിയ നമുക്ക് കോംപ്ലിമെന്റുകൾ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണല്ലോ. എല്ലാ മനുഷ്യന്മാർക്കും കോംപ്ലിമെന്റ്സ് ഇഷ്ടമാണ്. ഏറ്റവും മനസ്സിൽ തൊട്ട ഒരു കോംപ്ലിമെന്റ് എന്തായിരുന്നു? ഒരാൾ പറഞ്ഞ അത് പെട്ടെന്ന് തീർന്നു പോയാണൊക്കെ തോന്നിയെന്ന് പറഞ്ഞു, കുറച്ചുകൂടി ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ പറഞ്ഞു. അപ്പം അത് കേട്ടപ്പോ തന്നെ എന്തായാലും അത്രയും ഇഷ്ടപ്പെട്ടോണ്ടാണല്ലോ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഒരു കോംപ്ലിമെന്റ് കേട്ടപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലൂടെ എന്താ കടന്നു പോയത്? എന്റെ പൊന്നു ചേട്ടാ 8 മിനിറ്റ് ഇറക്കാൻ ഞാൻ വിട്ടാ പാടന്നോ? അതോ ഞാൻ അതാണ് ആലോചിച്ചത്. എന്റെ കൂടെ പഠിച്ചൊരു 10 വരെ ഒരുമിച്ച് പഠിച്ച ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഇതുവരെ എന്റെ വർക്ക് കണ്ടിട്ട് വിളിച്ചിട്ടില്ല, ഇതുവരെ വിളിച്ചിട്ടില്ല. ഈ വർക്ക് കണ്ടിട്ട് വിളിച്ചിട്ട് പറഞ്ഞാ കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ഈ അരുണിലേക്ക് എങ്ങനെ എത്തിയത്? പുള്ളിക്കാരൻ ട്രിവാൻഡ്രമാണ്, നേരിട്ട് കണ്ട് മീറ്റ് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് അരുണിലോട്ട് വന്നത്. പിന്നെ ഓൾറെഡി പുള്ളിക്കാരൻ വളരെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു ഫിഗറാണ്. അതാണ് പുള്ളിയെ ചൂസ് ചെയ്യാനുള്ള കാര്യം. ആണ്. പുള്ളിയെ കൺവിൻസ് ചെയ്തെടുത്ത എങ്ങനെയായിരുന്നു ഇങ്ങനെ ഒരു മ്യൂസിക്കൽ ആൽബം? അതായത് സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ആൾക്കാരാണല്ലോ, സിനിമയിൽ അഭിനയിക്കുന്നവരോട് പെട്ടെന്ന് നമ്മളൊരു ആൽബമെന്നോ ഒരു യൂട്യൂബ് ഷോർട്ട് ഫിലിമെന്നോ വെബ് സീരീസ് എന്നൊക്കെ പറയുമ്പോൾ അവരൊരു 3-4 തവണ ആലോചിച്ചിട്ടാണ് വേണോ വേണ്ടയോ എന്ന് തീരുമാനം എടുക്കുക.
ഇദ്ദേഹത്തെ കൺവിൻസ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്തെങ്കിലും എടുത്ത എനിക്ക് തോന്നുന്നു ആ സോങ് കേട്ടതിന് ശേഷമാണ് പുള്ളി ഇൻട്രസ്റ്റ് ആയത് കൂടുതൽ. ആണ്. നമ്മുടെ വീട്ടില് ഈ സാധനമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് പറഞ്ഞു? വീട്ടിലെല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാര്യം ആദ്യം അവർ പാട്ട് കേട്ടു. ഇത് പാട്ടാ വെച്ചാൽ എന്താണ് നമ്മളത് പാടി പിന്നെ ട്രാക്ക് പാടുമല്ലോ. അപ്പൊ ആ ഒരു ടൈമിൽ തന്നെ അവരത് പാട്ട് കേട്ടു. അപ്പോൾ തന്നെ അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വരി ഏതാ? എല്ലാവരെയും ഒരുപോലെ ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ആ ഫീമെയിൽ ആ ഒരു മ്യൂസിക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വരികളെല്ലാം ഒരേപോലെ ഇഷ്ടപ്പെട്ട്. ആണ്. ഡയറക്ടർക്കും അങ്ങനെയാണോ? നമുക്ക് ഏതെങ്കിലും ചില വരികളോട് നമുക്ക് ചില ഒരു പ്രത്യേക താല്പര്യം തോന്നൂല്ലേ? പെണ്ണേ നീ കൽവല്ലേ. ആണ്. ഇനി അടുത്തൊരു സ്റ്റെപ്പ് എന്താണ്? ലവ് യു ബേബിക്ക് ശേഷം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊഡ്യൂസർ എന്ത് മറുപടി നൽകും? അടുത്തൊരു സിനിമ. അത് ഇപ്പൊ നമ്മളൊരു 8 മിനിറ്റുള്ള ഒരു സാധനത്തിന് പോലും ഇത്രയും ബുദ്ധിമുട്ടുകൾ എടുക്കുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതാണ് ഒരു സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അതെല്ലാം നേരിടാൻ തയ്യാറാണ്. നമ്മൾ ഓൾറെഡി പടം ചെയ്തിട്ടുണ്ട്. പിന്നെ കൊമേഴ്ഷ്യൽ ഇങ്ങനത്തെ ഒരു വർക്കല്ല. അതായത് നമ്മളിപ്പോ മൈസെൽഫ് ക്ലമന്റ് ഉപമ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം സിനിമ തന്നെയാണ്. പക്ഷെ അത് നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നിൽക്കുന്നവരെ വെച്ചിട്ടാണ് നമ്മൾ. അപ്പൊ നമ്മൾ പെട്ടെന്ന് നമുക്ക് വർക്ക് ചെയ്യാം. അവര് നമുക്ക് പെട്ടെന്ന് വരും. നമ്മൾ എപ്പോ വിളിക്കുന്നു അപ്പോഴും അവർ വരും. അതുപോലെ നമ്മുടെ ടൈമാണല്ല. സത്യം പറഞ്ഞാൽ ആൽബത്തേക്കാൾ എളുപ്പം സിനിമയായിരുന്നു. അപ്പോ നമ്മുടെ ഞാൻ ചെയ്തതിൽ അതാണ്. അവര് കൂടുതലും നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നിൽക്കുന്നില്ല. നമുക്ക് ഔട്ട് സൈഡിൽ നിന്ന് ആരും ഇല്ല. അത് ശരി. അഭിനയിക്കുന്നവർ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നിൽക്കുന്നത് എല്ലാം പുതിയ ആൾക്കാർ തന്നെയാണ്. പിന്നെ ക്യാമറ ചെയ്യാൻ നമ്മുടെ കൂട്ടത്തെ ആളുണ്ട്, എഡിറ്റിംഗ് ചെയ്യാൻ ആളുണ്ട്, ഡയറക്ഷൻ ചെയ്യാനും ആളുണ്ട്. പിന്നെ മൊത്തത്തിൽ ആ സിനിമയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ള ആൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അപ്പൊ അത് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. ഏത് വർക്കായാലും ശരി, ഇപ്പോൾ സിനിമ ആയാലും ഷോർട്ട് ഫിലിം ആയാലും മ്യൂസിക്കൽ ആൽബം ആയാലും വെബ് സീരീസ് ആയാലും ടീം വർക്കാണ്. ഫുള്ള് സിങ്ക് ആയിട്ട് നിന്നാലും നമുക്ക് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ആ ഒരു സിങ്കില്ലായ്മ പല സ്ഥലങ്ങളിൽ ഉണ്ടായതുകൊണ്ടാണ് കുറച്ച് ഡിലേ ആയത്. നമ്മളൊരു ആൽബം എടുത്തു കഴിഞ്ഞിട്ട് അത് ഏത് ചാനലിലൂടെ പബ്ലിഷ് ചെയ്യണമെന്നുള്ള തീരുമാനം എടുത്തത് ആരായിരുന്നു? അത് നമ്മൾ ഒരുമിച്ച് തന്നെ ആ തീരുമാനിച്ചത്. പിന്നെ ബഡ്ജറ്റ് ലാബിലായിരുന്നു ഞങ്ങൾക്ക് താല്പര്യം കൂടുതൽ. അത് എന്തുകൊണ്ടായിരുന്നു ബഡ്ജറ്റ് ലാബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം സെലക്ട് ചെയ്തത്? ബഡ്ജറ്റ് ലാബ് ഓൾറെഡി പുതിയ ആൾക്കാരുടെ ഷോർട്ട് ഫിലിമുകളെല്ലാം ഇടുന്ന ഒരു ചാനലാണ്. അപ്പം അത് ഓൾറെഡി നമുക്കറിയാം. കുറച്ച് വർഷങ്ങളായല്ലോ അത്. അപ്പം അവധി തന്നെ ഇടണമെന്നായിരുന്നു താല്പര്യം. അപ്പൊ അവരെ കോണ്ടാക്ട് ചെയ്തപ്പോഴത്തേക്ക് അവരെന്താ നമ്മളോട്? നല്ല റെസ്പോൺസ് ആയിരുന്നു. അപ്പം നിഷാന്ത് സാർ തന്നെ ആദ്യം നല്ല അഭിപ്രായമാണ് കേട്ടിട്ട് ഇഷ്ടപ്പെട്ട് പിന്നെ ആ ചാനലിൽ ഇട്ടു. എന്തായാലും അത് ആളുകൾ സ്വീകരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായി മാറി. നിങ്ങളുടെ പാട്ടിനെ ഇത്രമാത്രം ആളുകൾ സ്വീകരിച്ചു, ഇഷ്ടപ്പെട്ടു. നിലവിൽ വളരെ ഹാപ്പിയാണ്. അടുത്തൊരു സിനിമ ചെയ്യണം എന്നുള്ളതാണ്. സിനിമയുടെ എന്താണ് പ്ലോട്ട്, അല്ലെങ്കിൽ ആരൊക്കെ ആയിരിക്കണം അഭിനയിക്കുന്നത്, ഇതെല്ലാം തീരുമാനമായോ? ഓൾറെഡി ഒരു 5-6 സ്ക്രിപ്റ്റ് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ജിനു ഉണ്ടോ സംവിധായക അഭിനയിക്കാനായിട്ട്? തീർച്ചയായിട്ടും ഉണ്ട്. ഭാവിയില് ഒരു പ്രൊഡ്യൂസർ ആകുമോ സിനിമ നടിയാകുമോ എന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയും? എനിക്കൊന്ന് പ്രൊഡക്ഷനാണ് കൂടുതലും എനിക്കിഷ്ടം. പിന്നെ സിനിമയുടെ ഏതൊരു പാർട്ടാവാനും നമുക്ക് ഇഷ്ടമാണ്. അങ്ങനെ ഇന്ന പാർട്ടെന്നല്ല, അതിൽ ഏതെങ്കിലും ഒരു പാർട്ടാവും. പിന്നെ എനിക്കിപ്പോൾ ക്യാമറ ചെയ്യണമെന്ന് വിചാരിച്ചാൽ എനിക്ക് പറ്റില്ല, കാര്യം എനിക്കറിയില്ല. എഡിറ്റിംഗ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ എനിക്ക് പറ്റില്ല, കാര്യം എനിക്കറിയില്ല. അപ്പം നമുക്ക് പറ്റുന്ന ഏത് പാർട്ടാണോ ആ ഒരു പാർട്ടിൽ നിൽക്കുക. ആണ്. അപ്പൊ ഏതായാലും ലവ് യു ബേബിക്ക് എല്ലാവിധ ആശംസകളും. ഇനി അങ്ങോട്ട് തുടർന്ന് ചെയ്യാനിരിക്കുന്നത് നമ്മളുടെ പ്രതിബന്ധങ്ങളൊന്നും ഞങ്ങളെ തളർത്തില്ല, ഞങ്ങൾ പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് പോകുമെന്ന് ചിന്തിക്കുന്ന ഈ മനസ്സിന് എല്ലാവിധ ആശംസകളും. പിന്നെ നിങ്ങളുടെ തുടർന്നുള്ള സംരംഭങ്ങളും എല്ലാം വളരെ വിജയമാകട്ടെ. ലവ് യു ബേബി കാണാത്തവർ കാണട്ടെ. ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അപ്പോൾ ഏതായാലും വിഷിംഗ് ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം.